Hello friends, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് GoPro 10 എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ക്യാമറയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് GoPro കമ്പനി എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ലൈൻ ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഇത് ഇറങ്ങിയിരിക്കുന്നത് പുതിയ പ്രോസസ്സർ വെച്ചിട്ടാണ്, അതായത് GP2 പ്രോസസ്സർ വെച്ചിട്ടാണ് ഈ ക്യാമറ ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ആക്ഷൻ ക്യാമറയും GP1 വെച്ചുള്ള പ്രോസസ്സർ വെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ ഞങ്ങൾ ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കൂടെ വന്നേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് തന്നേക്കുന്ന ഇതിനെക്കുറിച്ച് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് മൊത്തം ഇത് തന്നേക്കുന്നത്. ഇത് പ്രൊഡക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കാര്യങ്ങൾ മൊത്തം ആണ് ഇതിൽ മൊത്തം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് എങ്ങനെ തുറക്കണം, ബാറ്ററി എങ്ങനെ പുറത്ത് ഇറക്കണം, അതിൻ്റെ ഇൻഫർമേഷനാണ് ഇത് തന്നിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. ഇത് USB കേബിളാണ്. ഇത് ടൈപ്പ് C ടു ടൈപ്പ് A USB കേബിളാണ് ഈ തന്നേക്കുന്നത്. ഇത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ്. നമ്മൾ ഇപ്പോൾ ഹെൽമെറ്റിൽ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഹെൽമെറ്റിൻ്റെ താഴത്ത് ഇത് ഒട്ടിച്ച് വെക്കും. അതിനുള്ള സാധനമാണ് തന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ബാറ്ററി തന്നിട്ടുണ്ട്, GoProയുടെ ബാറ്ററി. ഇത് GoProയുടെ ബാറ്ററിയാണ്. ഇത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള സാധനമാണ് GoProയുടെ തന്നെ. പിന്നെ അതിലൊരു സ്ക്രൂ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മെയിൻ യൂണിറ്റ് നമുക്ക് എടുക്കാം. ഇതാണ് GoPro Hero 10. അതിൻ്റെ മുകളിലൊരു ഷേപ്പ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതാണ് GoPro Hero 10. അത്യാവശ്യം കനമൊക്കെ ഉണ്ട് ഇതിന്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇവിടെ 2 സ്ക്രീനാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ 2 സ്ക്രീനുണ്ട്. ഇത് കുറച്ചും കൂടി റോബസ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആക്ഷൻ ക്യാമറയാണിത്. ഇതിൻ്റെ മുന്നേ ഇറങ്ങിയ വേർഷൻ GoPro Hero 9 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇതിനകത്ത് ഇപ്പോൾ തന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പുതിയ പ്രോസസ്സറാണ് GoProക്കാർ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. GP2 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറ നമുക്ക് 4 റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 5.3K, 4K, 2K, 1080p ഇത്രയും റെസൊല്യൂഷനിൽ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ഇവിടെ 2 സ്ക്രീനാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഫ്രണ്ടിലും തന്നിട്ടുണ്ട്, അതുപോലെ ഒരെണ്ണം ബാക്കിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരുടെ പുതിയ ടോപ്പ് ഓഫ് ദ ലൈൻ ക്യാമറയാണ്. ഇതിനകത്ത് GP2 എന്ന് പറഞ്ഞ പുതിയ പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കപ്പാബിലിറ്റി ഓൾമോസ്റ്റ് ഡബിളാണ്. അതായത് GoPro Hero 9-നും ഡബിൾ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ GP2 പ്രോസസ്സർ കുറച്ചുകൂടി കേപ്പബിളായ പ്രോസസ്സറായ കാരണം ഇതിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ കൂടിയിരിക്കുന്നു. ഇനി അതിൻ്റെ ബട്ടണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പവർ ഓൺ ചെയ്യാനുള്ള ബട്ടണാണ്. അത് സൈഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി ഈ ബട്ടണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മേളിൽ കാണുന്ന ബട്ടൺ നമുക്ക് വീഡിയോ റെക്കോർഡിങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഈ ക്യാമറ ഓഫ് ആണെങ്കിൽ നമ്മൾ ഇതിൽ അമർത്തി കഴിയുമ്പോഴത്തേക്കും ഇത് ഓണായി റെക്കോർഡിങ്ങും തുടങ്ങും. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒറ്റ ബട്ടണിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അതേസമയം ഇത് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ബട്ടൺ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് തുറക്കണമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് താഴത്തേക്ക് ഇങ്ങനെ വലിക്കണം. അതായത് ഇതൊരു ഇങ്ങനെ താഴത്തേക്ക് വലിക്കണത്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ആവും. ഇതാണ് അതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ താഴത്തെ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ടാവും.
അതാണ് അതിൻ്റെ ഇത് ഒറിജിനൽ ഗോപ്രോക്ക് ഇതിൻ്റെ അകത്തൊരു സ്റ്റിക്കർ കാണണം, എന്നാലും ഇത് ഒറിജിനൽ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് അവരുടെ ടെക്നീഷ്യൻസ് പറയുന്നത്. ഇത് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്ററിയുടെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയുടെ ഈ ഭാഗം താഴത്ത് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഗോപ്രോ ഇൻസേർട്ട് ചെയ്യുന്നത്, ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് അകത്ത് ഇങ്ങനെ ഇടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോപ്രോൻ്റെ ബാറ്ററി ഇൻസേർട്ട് കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെയാണ് ഗോപ്രോയുടെ ചാർജിങ് പോർട്ട് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ചാർജ് ചെയ്യാനുള്ള കേബിൾ നമ്മൾ കുത്തുന്നത്. ഏകദേശം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ചാർജിങ് കേബിൾ അതിനകത്ത് കുത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ഗോപ്രോ ചാർജ് ചെയ്യുന്നത്. പിന്നെ അതേ കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള വേറൊരു ഡിവൈസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം. ഗോപ്രോയിൽ microSD കാർഡ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ബാറ്ററി ഊരണം. അതിൻ്റെ അകത്ത് ബാറ്ററി ഊരി കഴിഞ്ഞാൽ നമുക്കത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ SD കാർഡ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇത് SanDiskൻ്റെ എക്സ്ട്രീം പ്രോ എന്ന് പറയുന്ന microSD കാർഡാണ്. 64 GB. നമുക്ക് ഇതിൽ V13 എഴുതിയ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തൊരു 3 എന്നും പിന്നെ ഒരു A2 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐ ബട്ടണിൽ ഞാൻ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗോപ്രോ ഇതിൻ്റെ അകത്ത് ഞാൻ SD കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി കൂടി ഇട്ടേക്കാം. അത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ SD കാർഡ് ഇട്ടിട്ടുണ്ട്. ഇനി SD കാർഡ് നമ്മളൊന്ന് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. പ്രിഫറൻസിലേക്ക് കയറുക. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് റീസെറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് SD കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ഫോർമാറ്റോ SD കാർഡ്. ഇതെപ്പോഴും നന്നായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കാർഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വിടണം. അപ്പോൾ ഞാൻ കാർഡ് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യണം ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള രീതി ഫസ്റ്റ് ഇവിടെ നമുക്കൊരു പ്രോംപ്റ്റ് ചെയ്ത് കാണിക്കും. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയുണ്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ക്വിക്ക് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആപ്പിൽ ഗോപ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ്. ഇതിൽ എനേബിൾ ചെയ്യുക. കണക്ട് ടു ഗോപ്രോ കൊടുക്കുക. നമുക്കിത് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. പ്ലീസ് ടേൺ ഓൺ ബ്ലൂടൂത്ത് ടു ഫൈൻഡ് യുവർ ക്യാമറ എന്ന് പറഞ്ഞൊരു ഒരു സ്ലൈഡർ ഉണ്ടാവും. സ്ലൈഡർ എനേബിൾ ചെയ്യുക. അപ്പോൾ സെർച്ചിങ് ഫോർ ക്യാമറ എന്ന് ഇടും. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് നമുക്ക് ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ ഏത് ക്യാമറ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഹീറോ 10 എന്ന് പറഞ്ഞ ആക്ഷൻ ക്യാമറയാണ്. നമുക്കിവിടെ ഹീറോ 10 ബ്ലാക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൽ നമുക്ക് ഒരു വീഡിയോ പോലെ ഇവിടെ കാണിക്കും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ പോലെ നമുക്കൊരു പ്രസൻറ്റേഷൻ പോലെ കാണിക്കും. അതുപോലെ നമുക്ക് ഇവിടെ ചെയ്യണം. ഇവിടെ സ്ലൈഡ് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇപ്പുറത്ത് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണക്ഷൻസിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് വയർലെസ് കണക്ഷനിലേക്ക് ചെയ്തിട്ട് ഇത് ടേൺ ഓൺ ചെയ്യണം. കണക്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗോപ്രോ ക്വിക്ക് ആപ്പ് എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം. അവിടെ ഒരു ബട്ടൺ ഉണ്ടാകും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം അത്. അപ്പോൾ ഈ രണ്ടും കൂടെ അവർ കണക്ട് ആകാൻ ട്രൈ ചെയ്യും. വി ഫൗണ്ട് യുവർ ഗോപ്രോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് പിന്നെ നമുക്കിവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണക്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് പേര് മാറ്റാനുള്ള ഓപ്ഷൻ കിട്ടും.
ചെയ്യുന്നത്. ലെറ്റ്സ് ഇൻസ്റ്റാൾ. അപ്പോൾ ഇത് നമുക്കിവിടെ ചോദിക്കും ലെറ്റ്സ് ഇൻസ്റ്റാൾ യുവർ അപ്ഡേറ്റ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് നമുക്ക് ഇത് വന്നിട്ടുണ്ട് 1.16 എന്നുള്ള അപ്ഡേറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതിൽ അപ്ഡേറ്റ് നോക്കാം. കണ്ടിന്യൂ. അപ്ഡേറ്റ് ക്യാമറ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ കാണിക്കും. അപ്പോൾ അപ്ഡേറ്റ് ക്യാമറ. അപ്പോൾ ആദ്യം അപ്ഡേറ്റ് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അലൗ കൊടുക്കാം. വൈഫൈ അലൗ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അലൗ ചെയ്യുക. ഇത് ലൈസൻസ് എഗ്രിമെൻ്റ് ആണ്. ഇത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫർ അപ്ഡേറ്റ് ടു യുവർ ക്യാമറ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം പിടിക്കും ഇത് അപ്ഡേറ്റ് ആകാനായിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ GoPro അപ്ഡേറ്റ് ചെയ്യുന്നത്. എനിക്കിവിടെ കാണാം ന്യൂ വീഡിയോ പെർഫോമൻസ് മോഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് റീസെറ്റ് ചെയ്യാം. എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ SD കാർഡും ഇതിൻ്റെ കംപ്ലീറ്റ് റീസെറ്റ് നമ്മൾ ചെയ്യണം അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽ ഫ്രീസിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിൽ നിന്ന് റീസെറ്റ് ചെയ്ത് പെർഫോമൻസ് പോവുക. അത് കഴിഞ്ഞിട്ട് റീസെറ്റ് കൊടുക്കുക. ബാക്ക് റീസെറ്റ് കൊടുക്കുക. പിന്നെ റീസെറ്റ് കൊടുക്കുക. ഇനി നമ്മൾ SD കാർഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വേണം. അതായത് നമ്മുടെ ക്യാമറയെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് SD കാർഡും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് റീസെറ്റ് ചെയ്ത് വിടണം. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ GoProയുടെ ഒരു പുതിയ ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ പെർഫോമൻസ് മോഡുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ മോഡ്സ് വിത്ത് എക്സ്റ്റെൻഡഡ് ബാറ്ററി കുറച്ചും കൂടി കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കുറച്ചും കൂടി താഴത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും വീഡിയോ പെർഫോമൻസ് മോഡ്സ് ട്രൈപോഡ്. നമ്മൾ ഇത് ട്രൈപോഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഹീറ്റിങ്ങും എല്ലാം പോവും. ഹീറ്റിംഗ് കുറവായിരിക്കും. അതുപോലെ തന്നെ ബാറ്ററി കുറേ കൂടി ലാസ്റ്റ് ചെയ്യും. അതിനാണ് ഈ മോഡ് നമുക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമൈസ്ഡായിട്ടുള്ള മോഡ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇത് എപ്പോഴും മാക്സിമം വീഡിയോ പെർഫോമൻസ് മോഡിൽ വേണം നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.